ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. ലോകം കണ്ട സാഹിത്യകാരൻ MT വാസുദേവൻ നായരുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ മഹാഭാഗ്യമായി കാണുന്നുവെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ. കുട്ടിക്കാലം തൊട്ടേ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനുമുള്ള ഭാഗ്യമുണ്ടായി. തൻ്റെ സഹോദരി താമസിച്ചിരുന്ന കൂടല്ലൂരിലായിരുന്നു MTയുടെ ആദ്യത്തെ വീട്. അവിടെ മുതൽ തന്നെ ഞങ്ങൾക്ക് MTയെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തുഞ്ചൻ പറമ്പിൽ MT വാസുദേവൻ നായർ സ്മാരകം പണിയാൻ ശ്രമിക്കുമെന്നും മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോടൊപ്പം നിൽക്കാനും ഒക്കെ ധാരാളം അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടല്ലൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിന് അടുത്തായിരുന്നു എൻ്റെ സഹോദരി മുമ്പ് താമസിച്ചത്. പലപ്പോഴും അവിടെ പോകുമ്പോഴൊക്കെ അദ്ദേഹം ആ വീട്ടിലുള്ള സമയങ്ങളിൽ ഞങ്ങളൊക്കെ തന്നെ പോയി കാണാറുണ്ട്. അങ്ങനെയാണ് ഒരു ബന്ധം വളർന്നത്. പിന്നീട് അദ്ദേഹം കോഴിക്കോട്ടേക്ക് മാറി ഇടയ്ക്ക് ഈ കൂടല്ലൂരിലൊക്കെ വരുമായിരുന്നു. ആ സ്കൂൾ പഠനകാലത്തൊക്കെ അദ്ദേഹത്തെ ദൂരെ നിന്ന് കാണാനും പലപ്പോഴും അടുത്ത് തന്നെ വരാനും അടുത്ത് നിൽക്കാനും ഒക്കെ ധാരാളം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നീട് തുഞ്ചൻ പറമ്പ് വന്നതിന് ശേഷം വലിയ ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിച്ചിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹം തിരൂരിലുള്ള സമയങ്ങളിലൊക്കെ തന്നെ പോയി കാണാനും സംസാരിക്കാനൊക്കെ ധാരാളം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. വളരെ സുന്ദരമായ കുറേ നിമിഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വലിയ പ്രയോജനം ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ അത് ആദ്യമായി പറഞ്ഞപ്പോൾ അദ്ദേഹം ചുരുക്കിയാണ് ചെയ്തത്. നല്ല സൗകര്യങ്ങളൊക്കെ തിരൂരിൽ കിട്ടുമോ, നമ്മുടെ തുഞ്ചൻ പറമ്പൊക്കെ ഉള്ളതല്ലേ, ഇവിടെയല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിച്ച സമയത്ത് ക്ഷമിക്കണമല്ലോ, വരണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം അതിന് സ്ഥലം ലഭ്യമാകത്തിലൊക്കെ വലിയ വിഷമമുണ്ടായിരുന്നു അദ്ദേഹം. പിന്നീട് അതിന് പണമൊക്കെ അനുഭവിച്ച ശേഷം അക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പിന്നീടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ധാരാളം അവസരങ്ങളുണ്ട്. ഞാൻ ഓരോന്നോരോന്നായി പറയുക. ഒരു സാഹിത്യകാരൻ എന്താണെന്നും ലോകത്തറിയപ്പെടുന്ന ആ സാഹിത്യകാരനെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒന്നിച്ചിടപെടാനും കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ധാരാളം അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എവിടെ നിന്ന് കണ്ടാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ വളരെ അധികാരികളോടൊന്നും കൂടുതൽ അദ്ദേഹം പ്രകടമാക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം അതാണ്. അവരെ പരിചയമൊന്നും അങ്ങനെ പ്രകടമാക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിലാണ് നിൽക്കുക. അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടാണ്. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം അവരോട് എന്താണോ ബന്ധം അത് തന്നെയാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏത് അധികാരിയാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് വണങ്ങേണ്ടതൊന്നുമില്ല. കാരണം ലോകത്തെ ക്രമത്തിൽ എല്ലാവരും ആവുന്നു എന്നുള്ളൊരു രീതി തന്നെ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. അധികാരത്തെ ഒന്നും അദ്ദേഹം വലിയൊരു അലങ്കാരമായി കാണാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഈ അവാർഡുകളും പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചപ്പോഴും അതൊന്നും അത്രമേൽ ശ്രദ്ധിക്കാതെ അദ്ദേഹം ഇരുന്നിട്ടുള്ളത്. എന്തായാലും ഒരു വലിയ നഷ്ടം ആണ്, അതിനൊന്നും ഒരു സംശയമില്ല. ഈ തുഞ്ചൻ്റെ മണ്ണിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏറ്റവും നല്ല രീതിയിലാവണം. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തുഞ്ചൻ പറമ്പിൽ പുതുതായി അതിനനുസൃതമായിട്ടുള്ള ഒരു സ്മാരകം അവിടെ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നു. തീർച്ചയായും അത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അതിനുള്ള നടപടികൾ കൈക്കൊള്ളും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.